കീർത്തനാലാപിനി സമാഗീമദസത്യം ആനന്ദാത്മികാമീശ്വരീ സദാശിവസമാരംഭാം ശങ്കരാചാര്യകന്ദം അസ്മദാചാര്യപര്യന്താം ഗുരുപരമ്പര ശ്രീസ്മൃതിപുരാണാനാം ആലയം കരുണാലയം ഭഗവത്പാദം ശങ്കരം ഭവശങ്കരം ശങ്കരം ശങ്കരാചാര്യം ഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ ഈശ്വരോ ഗുരുരാത്മജേ വ്യോമവ്യാപ്തദേവായ ദക്ഷിണാമൂർത്തയേ നമഃ. യഥോർണനാഭിസ്തന്തനോച്ചരേത് യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗാ വിശ്ചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി വിശ്ചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ആത്മ ഏകത്വം, അതിന് പ്രത്യക്ഷം, അനുമാനം, ശ്രുതി മൂന്ന് വിരോധമല്ല. ഏതേന ആഗമ വിരോധ പ്രത്യുക്ത. പറഞ്ഞു അനുമാനം കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് അനുമാനം കൊണ്ട് പറയാം. സാഖ്യന്മാരും മാത്രം അതാ പറയുന്നു. പുരുഷബഹുത്വം പ്രത്യക്ഷമായി അറിയുന്നുണ്ട്. ഞാൻ വേറെ, നീ വേറെ, അങ്ങനെയെല്ലാം അറിയുന്നുണ്ടെങ്കിലും ആത്മബഹുത്വം ഒരു പ്രമാണത്തിലൂടെ ശ്രദ്ധിക്കുന്നതാണ്. എന്താണ് നമ്മുടെ അനുഭവം? അനുഭവത്തിൽ ആത്മബഹുത്വമാണ്. ഞാൻ നീ എന്നുള്ള ഭേദം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഭേദത്തിൽ പോലും ആ ഭേദാനുഭവത്തിലും വാസ്തവത്തിൽ ആത്മേകത്വമാണ്. അതിനാണ് നമ്മൾ പറഞ്ഞ അനന്യമാനമേകേർഭേദ പ്രത്യേകാത്മനം. അപ്പൊ ഏത് ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാലും ശരി, ഇവിടെ പറയുന്നു എല്ലാവരുടെയും അനുഭവം ഏകത്വമാണ്. ഈ ആത്മശബ്ദം ഇവിടെ ആത്മാ, അഹം, ഇത് പര്യായമായിട്ടാണ് പ്രയോഗിക്കുന്നു. താൻ എന്ന് സാധാരണ പറയും തന്നെ കുറിച്ച്. ഇവിടെ താനെന്ന് പറയുന്നത് വേറൊരാളെ കുറിച്ചും പറയും.
അന്യനെ കുറിച്ചും പറയും താൻ. അങ്ങനെയല്ല, തന്നെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ, ഞാൻ തന്നെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ ബോധം, തന്നെ അറിയുന്ന ബോധം എല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. സർവജീവികൾക്കും മാറ്റമില്ല. അനുഭവത്തിന്റെ സ്വഭാവം മാറുന്നില്ല. ഒരുവന് തന്നെ മനസ്സിലാക്കണമെങ്കിൽ നീ എന്ന് പറയാൻ കഴിയില്ല, ഇതെന്ന് പറയാൻ കഴിയില്ല, രണ്ടുകൊണ്ടും പറ്റത്തില്ല. പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ രണ്ടും പ്രയോഗിക്കത്തില്ല. അവൻ ഇവനെന്നൊക്കെ പറയുന്നത് പ്രഥമപുരുഷൻ, ത്വം നീ എന്ന് പറയുന്നത് മധ്യമപുരുഷൻ, അഹം എന്ന് പറയുന്നത് ഉത്തമപുരുഷൻ. ഈ അനുഭവമാണ് അസ്മി എന്നുള്ളതാണ്. ഏത് ഭാഷയിലായാലും ഈ അനുഭവത്തിന് ഒരിടത്തും മാറ്റമില്ല. ബാഹ്യമായിട്ടാണെങ്കിൽ നീ അവൻ ഇങ്ങനെ പലതരത്തിൽ അറിയാം. പക്ഷെ തന്നെ സംബന്ധിച്ചറിയുമ്പോൾ ഒരു രൂപത്തിൽ അറിയാൻ പറ്റും. ഭാഷ മാറിയെന്നിരിക്കാം, പക്ഷെ അനുഭവം മാറുന്നില്ല. അപ്പോൾ ഓരോ ജീവനും തന്നെ അറിയുന്നത് ഒരേ രീതിയിലാണ്. അതിന് സാധാരണ സംസ്കൃതത്തിൽ പറയുന്ന അഹം എന്ന് പറയും. അപ്പൊ ഈ അനുഭവം ഒരിടത്ത് മാറ്റമില്ലെങ്കിൽ ഓരോ ജീവന്റെ അനുഭവം ഭിന്ന ഭിന്നമല്ല, ഒരേ രൂപത്തിലാണ്. ഈ അനുഭവത്തിന്റെ ആകത്തുക നോക്കിയാൽ ഒരു സ്ഥലത്തും ഭേദമില്ലെങ്കിൽ ഇതെങ്ങനെ വസ്തുഭേദം വരുമെന്നാണ് ഇവിടെ പറയുന്ന യുക്തി. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഉദാഹരണം പറഞ്ഞു, നമ്മുടെ മുമ്പിൽ മേശയിരിക്കുന്നു. 100 പേര് കണ്ടാലും 1000 പേര് കണ്ടാലും ഇത് മേശ എന്നാണ് അനുഭവമെങ്കിൽ ഇവിടെ വസ്തുഭേദമില്ല, ഒരു വസ്തുവാണ്. ഇത് ബ്രഹ്മമെന്ന് പറയാൻ പറ്റും? ഇല്ല, കാരണം ഇതിന് ബാധ്യം ഉണ്ടാകുന്നില്ല. നാളെ ഒരു സമയത്തത് മേശയല്ല, പുസ്തകമാണ്, അങ്ങനെ തോന്നുന്നില്ല. ഈ അനുഭവത്തിന് ഒരു അവസ്ഥയിലും ഇതിന് ബാധ വരുന്നില്ല. എല്ലാവർക്കും ഒരേ അനുഭവമാണെങ്കിൽ എല്ലാ ജീവന്മാർക്കും അവനവനെ കുറിച്ചുള്ള അനുഭവത്തിന്റെ ആകാരം ഒരേ രീതിയിലാണ്, അഹമഹം. മറിച്ച് ഒരു തരത്തിലും ഭാഷ മാറും, പക്ഷെ ആത്മനിഷ്ഠമായ അനുഭവം, സ്വനിഷ്ഠമായ അനുഭവം തന്നെ സർവർക്കും. അപ്പൊ സർവർക്കും ഒരേ അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിന്റെ വിഷയം ഒന്നായിരിക്കും. ഈ അനുഭവം പ്രത്യക്ഷമാണ്, ഓരോരുത്തരുടെയും പ്രത്യക്ഷമാണ്. എല്ലാവരും പ്രത്യക്ഷത്തിലൂടെ ഒന്നിനാണ് അറിയുന്നത്. തന്നെക്കുറിച്ചറിയുമ്പോൾ തന്റെ സ്വരൂപം എന്നുള്ള കാര്യത്തിൽ ആർക്കും അനുഭവ വ്യത്യാസം വരുന്നില്ല. ആത്മാ എന്ന് പറയുന്നത് എന്താണ്? തന്നെയാ പറയുന്ന ആത്മാ. ഇവിടെ മറ്റുള്ളവർക്ക് ഇവിടെ എന്താ ചെയ്യുന്നു? മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ളവരുടെ ആത്മാവ് ഒന്നാണോ പലതാണോ? തന്നെക്കുറിച്ച് വിടുന്നു, തന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ ആവശ്യപ്പെടുന്ന അങ്ങനെയല്ല. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ ആത്മാവിനെ. എന്നിട്ട് താൻ ചിന്തിക്കുന്നത് പോലെയാണോ മറ്റുള്ളവരും ചിന്തിക്കുന്നത് നോക്കുക. അങ്ങനെ വരുമ്പം സർവരുടെയും അനുഭവം ഒന്നാണ്, അഹം. അപ്പൊ സർവരും അറിയുന്ന ഒരു വസ്തുവിനെയാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആത്മാ ഏകമാണോ അല്ലെന്നങ്ങനെ പറയാം. ഇതിനേക്കാളും പ്രത്യക്ഷമായ അനുഭവത്തിനേക്കാളും വലുത് അല്ലല്ലോ അനുമാനവും മറ്റും. ശരി, അങ്ങനെ എല്ലാവരുടെയും അനുഭവം ഒന്നാണ്, അതുകൊണ്ട് ആത്മാവ് ഒന്ന് തന്നെ. എല്ലാവരുടെയും അനുഭവം ഒരു വസ്തുവിനെയാണ്. ആരുടെയും അനുഭവത്തിൽ വ്യത്യാസം വരുന്നില്ല. ആരും തന്നെ മറ്റൊരു രീതി അറിയുന്നില്ല. അവനെന്നോ നീ എന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല. സർവപ്രാണികളുടെ അനുഭവം ഇത് തന്നെ. എങ്കിൽ
നമ്മുടെ അനുഭവത്തിൽ ഇവിടെ വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഈ അനുഭവങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഞാനെന്ന് പറയുന്ന അനുഭവത്തിലൂടെ താൻ ഏകമാണെന്ന് ശ്രദ്ധിച്ചാലും അതുപോലെയുള്ളൊരു മറ്റൊരു അനുഭവമാണ് ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പലതാകുമല്ലോ. എങ്ങനെയും പറയാമല്ലോ. അതിനാണ് ഇവിടെ പറഞ്ഞത് ഉപാധി. ആത്മനഃ പരതഃ വിശേഷം അനഭ്യുഗച്ഛത്തി. ആ പരതഃ വിശേഷം, ഉപാധി കൊണ്ടുള്ള വിശേഷത്തെ സ്വീകരിച്ചേ പറ്റൂ. ഉപാധികൾ കൊണ്ട് വ്യത്യാസം. എന്താണ് ഉപാധി? ശരീരം, മനസ്സ് തുടങ്ങിയ ഉപാധികൾ ഓരോന്നിനും വ്യത്യാസമായിരിക്കും. മൃഗശരീരം, മനുഷ്യ ശരീരം, അതിൽ തന്നെ പലതരത്തിലുള്ള ശരീരങ്ങൾ, ഇങ്ങനെയുള്ള ശരീര വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അത് വേറെ വേറെയാണ്. അത് അംഗീകരിക്കും. ഇവിടെ പറയുന്നത് ശരീരം വേറെയാണോ എന്നുള്ളതാണ് ചിന്ത. ആത്മാവ് ഒന്നാണോ പലതാണോ എന്നുള്ളതാണ്. ആത്മാവ് ഒന്നാണെന്ന് അനുഭവത്തിലൂടെ ശ്രദ്ധിക്കുന്നു. എല്ലാവരുടെയും അനുഭവം ഒന്നായതുകൊണ്ട് ശരീരവും മറ്റും പലതായിരിക്കും. അതിവിടെ അംഗീകരിക്കുന്നു. അത് ഉപാധികളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഘടകരക അപകരക ഭുജിദ്രാണിക ആകാശസ്. ആകാശത്തിന് ഈ പറയുന്ന പല പല ഉപാധികളെ കൊണ്ട് ആകാശം പലതാകുന്നു. അതുപോലെ ഇവിടെ പലതാകുന്നത് പോലെ തോന്നുന്നു. അത് ഉപാധികൾ പലതായതുകൊണ്ടാണ്. അടുത്ത് പറയും എന്താണ്? മൂർത്തവും അമൂർത്തവുമായിരിക്കുന്നതെല്ലാം അത് തന്നെ. ഏകവും അനേകവുമായിരിക്കുന്നതൊക്കെ ആ ഒരു തത്വം തന്നെ. അത് ആത്മരൂപത്തിൽ ഏകമായി അനുഭവപ്പെടുന്നു. അവിടെ അനുഭവത്തിൽ വ്യത്യാസമില്ല. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, വിഷയങ്ങൾ എന്നുള്ള രൂപത്തിൽ അത് പലതായി അനുഭവപ്പെടുന്നു. ഒന്ന് തന്നെയാണ് ഏകമായും പലതായും അനുഭവപ്പെടുന്നത്. നമ്മൾ എന്താ പറയുന്നത്? ഈ നാനാരൂപത്തിലുള്ള അനുഭവങ്ങളെ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ടിത് പലതാണ്. ആ നാനാ അനുഭവങ്ങളെ സ്വീകരിച്ച് പലതാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഏക അനുഭവത്തെ സ്വീകരിച്ചിട്ട് ഇത് ഒന്നാണെന്നും സമർത്ഥിക്കും. ഏക അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സർവജീവന്മാരും ഒരേ രൂപത്തിൽ അനുഭവിക്കുന്നതുകൊണ്ട് ഇതൊന്നാണ്. ഇവിടെ ഭേദമില്ല. പിന്നെ നാമരൂപങ്ങളെ കൊണ്ടുള്ള ഭേദം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ഏതുപോലെ ആകാശത്തിന് ദൃഷ്ടാന്തം പറഞ്ഞു. ആകാശം ഉപാധികളെ കൊണ്ട് പലതായി തോന്നുന്നു. പിന്നെ ഇതിലേതാ സത്യം? സത്യം ഏകത്വ അനുഭവമാണ്. എന്തുകൊണ്ട്? അതിന് മാറ്റമില്ല. ഉപാധികളെ കൊണ്ടുള്ള അനുഭവത്തിന് മാറ്റമുണ്ട്. മാറുന്ന അനുഭവം. അനുഭവം മാറിപ്പോയാൽ അത് ബാധിച്ചെന്ന് പറയും. ആകാശത്തെ സംബന്ധിച്ച് ഇതിന്റെ ഉള്ളിലാവുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ആകാശം തോന്നുന്നു. ചെറിയൊരു പാത്രത്തിലാവുമ്പോൾ അതിന്റെ ഉള്ളിൽ ആകാശം തോന്നുന്നു. അപ്പോൾ ആകാശത്തെ തീരുമാനിക്കുന്ന എന്താണ്? ഈ പാത്രത്തിനുള്ളിലുള്ള ആകാശം. പക്ഷെ ഈ പുതിയൊരു അറിവ് വരുമ്പോൾ അതല്ല ആകാശം. ആകാശം ഇതാണ്. ഇന്ന് ഗുഹയ്ക്കകത്തുള്ള ആകാശമാണ്. ഇങ്ങനെ ആകാശ അനുഭവങ്ങൾ മാറി മാറി വരുന്നു. ഉപാധികളെ കൊണ്ടുള്ള അനുഭവം. ആ ഉപാധികളെ കൊണ്ടാണ് ഇതിന്റെ നാനാത്വബോധം വരുന്നത്. അത് ഒന്നിനും മറ്റൊന്നും ബാധിക്കുന്നു. അതുകൊണ്ട് സത്യമല്ല. മറിച്ച് അവിടെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്താണ്? ആകാശം അത് ഏകരൂപത്തിലാണ്. അവിടെ ആകാശമല്ല മാറുന്നു. വാസ്തവത്തിൽ ഉപാധികളാണ് മാറുന്നത്.
ഉപാധികൾ പലതാകാം. അതുപോലെ ഇവിടെയും ആ സ്വരൂപത്തിന് ഒരിടത്തും മാറ്റമില്ല. സ്വരൂപ അനുഭവത്തിൽ ഒരിടത്തും മാറ്റമില്ല, എല്ലായിടത്തും ഏകരൂപത്തിൽ തന്നെ. അതുകൊണ്ട് തത്വം ഏകമാണ്, അതാണ് ഇവിടെ സമർപ്പിച്ചത്. അതുകൊണ്ട് ഏകമാണെന്ന് പറയുന്ന ശ്രുതിക്കും ഇത് വിരോധമില്ല. ഇതെല്ലാം അനുഭവം കൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇതിന ആഗമ വിരോധ പ്രത്യുക്തഃ. യുക്തം ബ്രഹ്മേകത്വേ യസ്മൈ ഉപദേശ യശിച്ച് ഉപദേശഗ്രഹണം ഫലം തദ്ഭാവ ദേകത്വ ഉപദേശാനർത്ഥക്യമിതി. ഇവിടെ ബ്രഹ്മേകത്വം സ്വീകരിക്കുകയാണെങ്കിൽ, ബ്രഹ്മേകത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തത്വം, ആ തത്വവും താനും വേറെയല്ല, ആ തത്വം ഈ ജഗത്തുമായിട്ടും വേറെയല്ല. ആ തത്വത്തിൽ നിന്ന് വേറിട്ട് ഉപാധികളെ സ്വീകരിക്കാൻ പറ്റില്ല. ഈ തത്വത്തിനുള്ളിലാണ് ഉപാധികളെല്ലാം പറയുന്നത്. ഇനി ആ ഉപാധികൾ തത്വത്തിൽ നിന്ന് വേറെയാണോ? സാധാരണ പറയും ആകാശം, വീട്. ആകാശത്തിൽ നിന്ന് വേറിട്ട് വീടെന്ന് പറയുന്നൊരു ഉപാധി ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് മഠാകാശം. ആകാശത്തിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്നൊരു ഉപാധി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ആ പാത്രത്തിലെ ആകാശം. ഇവിടെ ഉപാധി വേറെയാണ്. ഇവിടെ അത് സ്വീകരിക്കാൻ കഴിയില്ല. ബ്രഹ്മൈകത്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നിനെ അംഗീകരിക്കാൻ കഴിയില്ല. ദ്വൈതം അവിടെ പാടില്ല, അദ്വൈതമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപാധികളെ കൊണ്ടൊരു ഭേദം അത് സ്വീകരിക്കാൻ പറ്റില്ല. ഏകം മാത്രമായിരിക്കെ യസ്മി ഉപദേശം. ആർക്കു വേണ്ടിയാണ് ഈ ഉപദേശം? ഉപദേശം ഗ്രഹിക്കുന്നത് ആരാണോ? അതുപോലെ ചോദിക്കും, ഉപദേശം നൽകുന്നവനാരാണോ? പരമാർത്ഥം അതല്ലേ. യശിജ ഉപദേശഗ്രഹണ ഫലം. ആർക്കാണോ ഈ ഉപദേശഗ്രഹണം കൊണ്ടുവരുന്ന ഫലം? സംസാര നിവൃത്തി. ഉപദേശഗ്രഹണം തത്വജ്ഞാനം. ആ തത്വജ്ഞാനം കൊണ്ടുവരുന്ന സംസാര നിവൃത്തി ആർക്കാണോ? ഇവിടെ പറയുന്നു പരമാർത്ഥം ഒന്നേ ഉള്ളൂ, ഒരു തത്വമേ ഉള്ളൂ. ഇവിടെ ഒരു തരത്തിലുള്ള ഭേദമില്ല. തദ്ഭാവ ദേകത്വ ഉപദേശാനർത്ഥയ്ക്കും. ആ ഒരു ഏകമായ തത്വമാണെങ്കിൽ ഇവിടെ ഉപദേശം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഗുരു ശിഷ്യനും ഇല്ല എന്നാണ് നമ്മുടെ തത്വമെങ്കിൽ ഇവിടെ ഉപദേശ അനർത്ഥയ്ക്കും. ഉപദേശം വിരുദ്ധമാണ്. തദപിന്ന ശരിയല്ല. ഇത് ചോദ്യം ചോദിക്കുന്നത് താർക്കികന്മാരും മറ്റുമാണ്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത് എന്നും പറയണമല്ലോ. ശരി, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, സമ്മതിച്ചെന്നാൽ തനിക്കെന്താ പറയാനുള്ളത് അത് നോക്കാം. അനേകകാരക സാധ്യത്വ ക്രിയാണോ കശ്ചോദ്യോഭവതി. നിങ്ങളെന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് ആത്മാവ് പലതാവും. അവർ പറഞ്ഞു അനേകക്കാർ, മുമ്പ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു.
അപ്പോൾ നിങ്ങളാരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ പക്ഷത്തിൽ ആരാണ് ഉപദേശിക്കുന്നത്? ആരാണ് ഉപദേശം കേൾക്കുന്നത്? അവിടെ ഒരാൾ ശ്രദ്ധിക്കത്തില്ല. അവിടെ പറഞ്ഞു ക്രിയ അനേക കാരക സാധ്യമാണ്. എന്ത് ക്രിയ അനുസരിച്ച് അതിന് പിന്നെ പലരും വേണം. അപ്പോൾ ഒന്നിൽ നിന്നുണ്ടാകത്തില്ല ക്രിയ. അതാണ് അവർ പറയുന്നത്. അപ്പോൾ ആത്മാവ് ഒന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഏകദേശം ഇന്ന് പലരും പറയുന്ന പോലെയാണ്. ഇവിടെ പറയുന്നത് ഒരു സച്ചിദാനന്ദം ഏകമാണ്. അതാണ് ഈ രൂപത്തിലെല്ലാം അനുഭവപ്പെടുന്നത്. അവിടെ സത്ത് ചിത്ത് ആനന്ദം, ആ സത്ത് ചിത്ത് ബോധം, ആ ബോധത്തിന്റെ ആധാരം എന്ന് പറയും. അതേകമാണ്. എവിടെ നിന്നാണ് ഈ ബോധസ്ഫുരണം ഉണ്ടാകുന്നത്? ആധാരരൂപത്തിലിരിക്കുന്ന ആ ബോധം. ഈ ബോധസ്ഫുരണങ്ങൾ ഉണ്ടായി മാറിപ്പോകും. ശരി, അതിനെ വിടാം. എവിടെ നിന്നാണ് അത് ഉണ്ടാകുന്നത്? അത് സത്യമാണ്. അല്ലെങ്കിൽ ഏതൊരു ബോധമാണോ വാക്കിനും മനസ്സിനും ഒന്നും വിഷയമാകാതിരിക്കുന്നു, അത് സത്യമാണ്. ഇങ്ങനെ പറയും. ആ ഒരു സത്യത്തെ ആശ്രയിച്ച് ഈ നാനാബോധം വരുന്നു, നാനാ അനുഭവങ്ങൾ വരുന്നു. ആ ഒരു സത്യത്തെ ആശ്രയിച്ച് ഈ നാനാത്വമൊക്കെ അനുഭവപ്പെടുന്നു എന്ന് പറയും. ഇതിന് വിരുദ്ധമായിട്ട് പറയും വാസ്തവത്തിൽ ഇതല്ല സംഭവിക്കുന്നത്. ബോധം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. എന്തിന്റെ വികാരം? ഈ ശരീരത്തിലെ തന്നെ അതിസൂക്ഷ്മമായിരിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് ഈ ബോധം എന്ന് പറയുന്നത്. കാരണം ബോധം എന്ന് പറയുന്ന ഒരു വ്യാപാരമാണ്, ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു സ്ഥായിയായ ബോധം നമുക്ക് അനുഭവപ്പെടുന്നില്ല. ജാഗ്രതയിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഈ ശരീരത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് ഈ ബോധം. അതാണ് ഇവിടെ പറയുന്നത്. അനേക കാരകസാധ്യത്വ ക്രിയാണ്. അതുകൊണ്ടിവിടെ ഏകമായ ഒന്നൊന്നില്ല, ഒരാത്മാവെന്ന് പറയുന്ന ഒന്നില്ല. പലത് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകുന്നു. അതൊരു വ്യാപാരമാണ്. ഒരാത്മാവ് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലെന്നു, ഏകമായ ആത്മാവ് എന്നിന്ന് പറയുന്ന പോലെയാണ് ഇവിടെയും പറയുന്നത്. അനേക കാരക സാധ്യമാണ് ക്രിയ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചോദിക്കുക, അതെങ്ങനെയാ? ഇത് ജഡമല്ലേ, ഇതിന്റെ സ്വഭാവം വേറെയല്ലേ? ഈ പറയുന്ന കോശങ്ങളോ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഈ ചൈതന്യം കാണുന്നില്ല. അത് ജഡമാണ് വെച്ച് ഓരോന്നായിട്ട്. പക്ഷെ ബോധം എന്ന് പറയുന്നത് അതല്ല, ജഡത്തിനെ വിഷയമാക്കുന്ന ഒന്നാണ്. അത് ജഡത്തിന്റെ സ്വഭാവമല്ല. ജഡത്തിനറിയാൻ കഴിയുന്നില്ല. ഉദാഹരണം മൃതശരീരം തന്നെ, അതിനകത്തുകൊണ്ട് കോശങ്ങൾ. അവിടെ പക്ഷേ ഈ അറിവില്ല. അറിവ് വിഷയമാക്കുന്ന ഒന്നാണ് ജഡം. ആ ജഡ അറിവിനെ വിഷയമാക്കുന്നുമില്ല. അപ്പൊ ജഡത്തിൽ നിന്ന് അത്യന്തം വിലക്ഷണമായിരിക്കുന്ന ഈ ബോധം എങ്ങനെ ജഡത്തിൽ നിന്നുണ്ടാകും? ജഡത്തിന്റെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ബോധം ഉണ്ടാകും.
അപ്പോൾ അതിന് അവർ പറയുന്ന സമാധാനമാണ്. അതങ്ങനെ ഉണ്ടാകാം. ഒന്നിൽ നിന്നുണ്ടാകുന്നത് അതിൽ നിന്നും അത്യന്തം വിലക്ഷണമായിരിക്കും. ഇതാണ് പറയുന്നത്. മദ്യം ഉണ്ടാക്കുന്ന പോലെ. മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ജലം, ശർക്കര തുടങ്ങിയ സാധനം, അതിലൊന്നിനും ലഹരിയില്ല, അതിനൊന്നും ആ സ്വഭാവമില്ല. പക്ഷെ മദ്യത്തിനുണ്ടത്. പലത് കൂടിച്ചേർന്ന് പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് വിലക്ഷണമായ ഒന്നുണ്ടാകാം, ഒരു ധർമ്മം ഉണ്ടാകാം. അതുപോലെ അണുസംഘാതം എന്ന ഭാഷ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ക്രിയ. അതിലൂടെ ആത്മാവ് ഒന്നെന്ന് പറയുന്ന ഒന്നില്ല. ആ സംഘാതം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ബോധം ഉണ്ടാകുന്നു. ആ സംഘാതം വിഘടിച്ചു കഴിഞ്ഞാൽ ആ ബോധവും പോയി. എന്ന് പറയും. അതുകൊണ്ട് അവിടെ ഒരാത്മാവ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അനേക കാരക സാധ്യത്വത്തിനാണ് കശ്ചോദ്യോഭോഗ്യപ്പോ. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നവരും ഗുരു ശിഷ്യൻ ഉപദേശം ബന്ധം നിവൃത്തിയൊക്കെ പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കണം, ആരാ ഉപദേശിക്കുന്നത്? ആത്മാവെന്ന് പറയുന്ന ഒന്നില്ലല്ലോ, പലതല്ലേ, അത് കൂടി ചേർന്നുണ്ടായതല്ലേ വികാരങ്ങളും മറ്റും. നിങ്ങളുടെ പക്ഷത്തിൽ ആർക്കാണ് ഉപദേശം? ആരാണ് ഉപദേശം കേൾക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷം അനുസരിച്ചായാലും ശരി, ഈ ചോദ്യത്തിന് സമാധാനം പറയാൻ കഴിയത്തില്ല. പിന്നെ ചാർവാകന്മാരെ പോലെ പറയുന്നു, ഉപദേശവുമില്ല, ഗുരുവില്ല, ശിഷ്യനുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ഈ ഭൗതികം തന്നെ, അതിനപ്പുറമൊന്നുമില്ല. ഇവിടെ താർക്കികന്മാരതുപോലല്ല. അവർ കുറച്ചുകൂടി അവർ ആത്മാവിനൊന്നിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ സ്വരൂപം എന്തെന്നുള്ളത് നിർണയിക്കുന്നിടത്ത് അവർക്കൊരു വ്യക്തതയില്ല. ആത്മാവൊരു പദാർത്ഥമാണെന്ന് പറയും, അത് ജഡമാണെന്ന് പറയും, എന്നാൽ അത് പൃഥ്വി, ആപ്പ്, തേജസ്, വായു, ആകാശം ഒന്നും അല്ലെന്ന് പറയും. ആത്മാവ് ജ്ഞാനമല്ല, എന്നാൽ ആത്മാവിൽ ജ്ഞാനമുണ്ട്. ഇങ്ങനെയല്ല. ആത്മാവിനെ സംബന്ധിച്ചുള്ള അവരുടെ ആശയം അവ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷത്തിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളൊന്നും ശരിയാകത്തില്ല. ഇനി അദ്വൈതിയുടെ പക്ഷത്തിലെന്താണ്? ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധിക്കുന്ന ഉപദേശ എന്ന ഉപദേശഗ്രഹണ ഫലം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന പൂർവപക്ഷം തന്നെയാണ് ഞങ്ങളുടെ സിദ്ധാന്തം. ഏകസ്മിൻ ബ്രഹ്മം, അതിനെ നിരുപാധികമായി സ്വീകരിക്കുമ്പോൾ ചോദ്യം ഇതാണ്, ബ്രഹ്മവേഗമാണ്, അത് നിരുപാധികമാണ് എന്നാണ് സിദ്ധാന്തം, തത്വം. അതാണ് പരമാർത്ഥം. ഈ പരമാർത്ഥം നിങ്ങൾ അംഗീകരിച്ചിട്ടാണോ ചോദ്യം ചോദിക്കുന്നത്? അംഗീകരിക്കാത്തതാണ്. ഈ പരമാർത്ഥത്തെ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെങ്ങനെയാ ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യം ചോദിക്കരുതെന്നുള്ളത് അതിന് എല്ലാവർക്കും ബാധകമാണ്. പറയുന്ന അദ്വൈതിക്ക് മാത്രമല്ല, അദ്വൈതി പറയുന്ന അദ്വൈത തത്വത്തെ അംഗീകരിക്കുന്നു ആരായാലും ശരി. അവർക്ക് അതോടൊപ്പം ഇതും അംഗീകരിക്കേണ്ടി വരും. അവിടെ ചോദിക്കുന്നവനില്ല, കേൾക്കുന്നവനില്ല, മുക്തിയില്ല, ബന്ധമില്ല. ഇത് തന്നെയാണ് അദ്വൈതം, അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ അദ്വൈതത്തിൽ അതൊരു ആപത്തല്ല, അതാണ് അദ്വൈതം. അദ്വൈതത്തെ സംബന്ധിച്ച് ഉള്ള ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഇത് തന്നെ സമാധാനം.
ബ്രഹ്മവേകമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, അത് മാത്രമാണ് സത്യമെങ്കിൽ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി? അപ്പോൾ അതിനാദ്യം നിങ്ങൾ പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? ബ്രഹ്മേകമാണ്, നിരുപാധികമാണ്, നിർഗുണമാണ്, നിരാകാരമാണ് എന്ന് തത്വത്തെ അംഗീകരിച്ചാൽ പിന്നെ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഇല്ല. ആ തത്വത്തെ നിങ്ങൾ സ്വീകരിക്കുകയും പിന്നെ ചോദ്യം ചോദിക്കുക, അത് സാധ്യമല്ല ഒരാൾക്ക്. ഇനി ആ തത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു തത്വമേ ഇല്ല, പിന്നെ എന്തിനാ ചോദ്യം? പിന്നെ ഇത്തരൊരു ചോദ്യത്തിനവിടെ എന്താ പ്രസക്തി? പിന്നെ ആ ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ അത്തരൊരു ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല. ആ തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ തത്വത്തെ അംഗീകരിച്ചാൽ, ബുദ്ധി ഉണ്ടെങ്കിലും അംഗീകരിച്ചാൽ, പിന്നീട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ അംഗീകരിച്ച ആ തത്വത്തിൽ ഇങ്ങനെയൊരു ചോദ്യത്തിന് അവകാശമേ ഇല്ല. ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടാകും? ഒരു ചോദ്യമില്ല. അത് ഈ പറയുന്ന അദ്വൈതത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ഏകമാണ് അദ്വൈതം, നിരുപാധികമാണ്, നിർവികാരമാണ്. അത് മനസ്സിലാക്കിയെങ്കിൽ ആ അദ്വൈതത്തെ തന്നെയാ പറയുന്നത്. ഇവിടെ പ്രപഞ്ചമില്ല, ഇവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ഉപദേശമില്ല, ബന്ധമില്ല. ചോദ്യം എപ്പോഴാണ് ശരിയാവുന്നത്? അദ്വൈതി പറയുകയാണ് ബ്രഹ്മം നിരുപാധികമാണ്, നിർഗുണമാണ്, നിരാകാരമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇവിടെ ഗുരു ശിഷ്യനുമുണ്ട്, ഉപദേശമുണ്ട്, ഇവിടെ വേറിട്ടൊരു പ്രപഞ്ചമുണ്ട്. ഇതെല്ലാം അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണെങ്കിൽ ചോദിക്കാൻ പറ്റും, എങ്ങനെ? ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധികേ, നിരുപാധികത്വം എന്ന് പറയുന്ന തത്വത്തെ ഒരാൾ സ്വീകരിച്ചാൽ, അതാണ് അദ്വൈതി പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവിടെ മനസ്സിലാക്കണം, ഇവിടെ പിന്നെ ചോദ്യത്തിന് നിലയില്ല, പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിരുപാധിക ബ്രഹ്മത്തിൽ എങ്ങനെയാ പ്രപഞ്ചം എന്നൊരു ചോദ്യം, നിങ്ങളുടെ ചോദ്യം തന്നെ അസംബന്ധമാണ്. കാരണം നിങ്ങൾ നിരുപാധികത്വത്തെ അംഗീകരിക്കുന്നില്ല. നിരുപാധികത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ നിർവാധികത്വം തന്നെ സർവ്വ ചോദ്യങ്ങളെയും അവിടെ നിഷേധിക്കുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. നിരുപാധികത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിരുപാധികത്വത്തിൽ എങ്ങനെ സ്വാഭാവികം എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കത്തില്ല. എന്നാലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യമല്ല. പ്രതിബന്ധിത്തരം എന്ന് പറയും തർക്കശാസ്ത്രത്തിൽ. നിങ്ങളുടെ ചോദ്യം തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് വിരോധമായി വരും. ചോദ്യം ചോദിക്കുന്നവൻ വളരെ ബുദ്ധിമാനെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നിർഗുണമാണ് ബ്രഹ്മമെങ്കിൽ എങ്ങനെ സഗുണം, അല്ലെങ്കിൽ എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി? ആ ചോദ്യം അതിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ ചോദിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് നിലയില്ല. അതുകൊണ്ട് പറയുന്നു, നിങ്ങളിത് അംഗീകരിക്കുന്നോ ഇല്ലയോ? അംഗീകരിക്കുന്നെങ്കിൽ നിരുപാധിക ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നില്ലെന്ന്. പിന്നെ അതിനെ സംബന്ധിച്ച് എന്ത് ചോദിക്കാനും? അല്ല, ഞങ്ങളതിനെ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ച നിരുപാധിക ബ്രഹ്മത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്വൈതം പറയുന്ന ഒരു നിരുപാധിക ബ്രഹ്മം, ശരി, അതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ നിരുപാധിക ബ്രഹ്മത്തിന് ചോദ്യമില്ലെന്നാണ് ഞങ്ങളുടെ തത്വം. അതിൽ പിന്നെ ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധിക എന്ന ഉപദേശം, ഉപദേഷ്ട എന്ന ഉപദേശം, ഗ്രഹണ ഫലം. പിന്നെന്താ? ഒന്നുകിൽ ആ തത്വത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആ തത്വത്തിന് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ഒരു ചോദ്യം നിൽക്കുന്നു. അതുകൊണ്ട് നിർഗുണത്തിൽ നിന്ന് സഗുണം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഉത്തരം പറയാൻ വയ്യാത്തൊരു ചോദ്യമാണ്.
ബ്രഹ്മത്തിൽ നിന്ന് നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടായത് ഉത്തരം പറയാൻ വയ്യാത്ത ചോദ്യമാണെന്നൊക്കെ സാധാരണ പറയും. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണ്, അത് ചോദിക്കാൻ വയ്യാത്തൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ആർക്കും ചോദിക്കാൻ സാധ്യമേ അല്ല. ചോദിച്ചാൽ ഇത് ചോദിക്കും. നിങ്ങളതിനെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നു. അംഗീകരിച്ചാൽ ചോദ്യമില്ല, നിഷേധിച്ചാലോ എന്നാലും ചോദിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടത് പരമാർത്ഥമാണ്, പരമാർത്ഥ തത്വമാണ്. തസ്മാത് ഉപനിഷദംസ ആനർത്ഥക്യം ഇത്യേത് അഭ്യുപഗതമേവ. അതുകൊണ്ട് ആ തത്വത്തെ സ്വീകരിച്ചു, ഞങ്ങൾ ഈ പറയുന്ന ഏകത്വ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, നിരുപാധികമായ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ബാക്കി ആ സംബന്ധമാണ്. വേദം ഉൾപ്പെടെയുള്ളതല്ല. ഉപനിഷത്ത് അർത്ഥം തന്നെ പറഞ്ഞു, ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. ഏകമായ നിരുപാധികമായ തത്വത്തിൽ നിന്ന് ഇവിടെ വേറെ ഏതാ ഉപനിഷത്ത്? വേദമേത? അതിന് വേറിട്ട ഗുരു ഏത്, ശിഷ്യനേത്, ഉപദേശമേത്, ബന്ധമേത്, മുക്തി ഏതൊന്നും തന്നെ ഇല്ല. അവിടെ വേദം പ്രമാണമല്ലെന്ന് പറയുന്നതിന് യാതൊരു ദോഷമല്ല. അവിടെ വേദം ഇല്ലല്ലോ ഉണ്ടാകാൻ, വേറിട്ടൊരു വേദമില്ല. എന്നാ ഏകമായ തത്വം. അപ്പൊ ഇവിടെ സ്വാനുഭവത്തിലൂടെ ആ തത്വത്തിന്റെ ഏകതയെ വെളിപ്പെടുത്തി. അത് നിരുപാധികമാണ് എന്ന് പറയുകയാണ്. അവിടെ ആ നിരുപാധികത്തിൽ പിന്നെ ഒരാശങ്കയും ഒരു ചോദ്യവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ നിരുപാധികമായ തത്വബോധത്തിൽ അജ്ഞാനം, സംശയം, വിപര്യം തുടങ്ങിയ ദോഷങ്ങളൊന്നും നിൽക്കത്തില്ല. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്തടത്ത് ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല. എല്ലാ ചോദ്യങ്ങളും അവിടെ നിഷേധിച്ചു കഴിഞ്ഞു. ഒരു ചോദ്യം ഉയർന്നാലല്ലേ സമാനം പറയേണ്ട ആവശ്യമുള്ളൂ. അവിടെ എങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും? നിരുപാധിക തത്വമായി സ്വീകരിച്ചാൽ പിന്നെ അതിൽ നിങ്ങൾ പറയുന്നതല്ല അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. തസ്മാത് ഉപനിഷദാംസ അനർത്ഥക്യം. വേദം പോലും അനർത്ഥകമാണ്, ഉപനിഷത്ത് പോലും അനർത്ഥകമാണ്. വേദം പോലും അവിടെ വേദം അല്ലാതായിത്തീരുന്നു. ഇത്യേത് അഭ്യുപഗതമേവ. അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് അദ്വൈതി ഉത്തരം മുട്ടിക്കാവുന്നതാണ്. അത് തത്വം ഈ ചോദ്യത്തിനും ഉത്തരത്തിനും ഒക്കെ അപ്പുറമാണ് എന്നതിനാണ് അദ്വൈതിയും പറയുന്നത്. അവിടെ ആ പരമാർത്ഥ തത്വം പിന്നെ വേദം രണ്ട് സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിൽ രണ്ടാമതൊന്നും സ്വീകരിക്കുന്നില്ല. അതാണ് തത്വം. അതുകൊണ്ട് യുക്തി കൊണ്ട് അതിനെ സാധ്യമല്ല, നിഷേധിക്കാൻ സാധ്യമല്ല. അഥ അനേക കാരക വിഷയ അനർത്ഥക്യം ചോദ്യത. അവർ പറഞ്ഞല്ലോ ഇവിടെ ഏകമായി ഒന്നില്ല, ഉപദേശം പോലും അനേക കാരക സാധ്യമാണ്. പലത് കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന നിത്യമുക്തമായ ബ്രഹ്മത്തിൽ ഞങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. പറയുന്നു അങ്ങനെ ഒന്നും ശരിയാവത്തില്ല. സ്വതോ അഭ്യമോ വിരോധാത്മവാദിന.
അപ്പോ ഇതാണ് ആ തത്വം എന്താണോ സ്വീകരിച്ചിരിക്കുന്നത്, ആ തത്വത്തിനെ മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. തത്വത്തിൽ നിന്ന് ബാഹ്യമായി നിന്നുകൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തത്വത്തെ ഇവിടെ നിരുപാധികവും ഏകവും ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ശരി, ആ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധന ചോദിക്കാം. ഞങ്ങൾ പറയുന്ന നിർഗുണം എന്നുവെച്ചാൽ അതിന്റെ താല്പര്യം എന്താ? ഈ തത്വത്തെ ഏകമായി അദ്വൈതമായി ഈ തത്വത്തെ ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആ തത്വത്തിൽ നിർണയം വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള വികല്പങ്ങൾക്കും അവകാശമില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. എന്താണ് ഇവിടെ പറയുന്ന നിർവികൽപ്പ തത്വം എന്നൊരാൾക്ക് ഇവിടെ ബോധിച്ചു കഴിഞ്ഞു. പൂർവപക്ഷി സിദ്ധാന്തി ഈ രീതിയിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ്. തത്വത്തെ നിർവികൽപ്പമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, നിരുപാധികമാണ് എന്നെല്ലാം പറയുന്നത് ബോധിക്കാൻ കഴിയുന്നുണ്ട്. ശ്രവണത്തിലൂടെ അതിനെ നിശ്ചയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആരെ നിശ്ചയിക്കണം? ഇതറിയാൻ ആഗ്രഹിക്കുന്ന ശ്രോതാവ്. അതിനെ എങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത്, ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം, ഉപനിഷത്ത്, ഉപദേശം എങ്ങനെയാണോ അതിനെ വെളിപ്പെടുത്തുന്നത്, അതിനെ അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ചോദ്യത്തിന് യാതൊരു അവകാശമില്ല. ചോദ്യങ്ങളെല്ലാം എപ്പോ ഇതിനെ ഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം, തത്വത്തിൽ നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന ചോദ്യം വരുന്നു? അതാണ് ഭാഷ്യകാരൻ പറഞ്ഞ ആ ബോധത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയാണ് വിചാരം. ആ വിചാരത്തിന്റെ ഫലമായി ഈ തത്വത്തിൽ നിശ്ചയം വന്ന ഒരുവനെ സംബന്ധിച്ച് പിന്നെ അവന്റെ മനസ്സിൽ മറ്റൊരാളുടെ ചോദ്യത്തെക്കുറിച്ചല്ല ഇത് പറയുന്നു. വേറൊരാളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ഒരാൾ ഈ തത്വത്തെക്കുറിച്ച് പറയുന്നു, മറ്റൊരാൾ കേൾക്കുന്നു, അയാളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട്? അയാളുടെ മനസ്സിൽ ആ ദൃഢത വന്നിട്ടില്ല. തത്വത്തെ അയാൾ ഗ്രഹിച്ചു, പക്ഷെ അവിടെ അജ്ഞാനാദി ദോഷങ്ങൾ വന്നതിനെ വീണ്ടും ആവരണം ചെയ്യും. ഇവിടെ പറയുന്നതല്ല, ആരാണോ തത്വത്തെ സംബന്ധിച്ച് നിശ്ചയത്തിലെത്തിയത് ഇന്നതാണോ, അയാളുടെ മനസ്സിൽ ചോദ്യം വരുന്നുണ്ടോ എന്നുള്ളതാണ്. നിശ്ചയം വന്ന മനസ്സിൽ ചോദ്യം അല്ലെങ്കിൽ വിപരീയം അത് സംഭവിക്കില്ല എന്നാണ്. എന്തുകൊണ്ട്? ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധിക, അതാണ് പറഞ്ഞത്. നിരുപാധികമായ ആ തത്വം, അവിടെ ചോദ്യം ചോദിക്കുന്നവനില്ല, ചോദ്യമില്ല, സമാധാനം പറയുന്നവനില്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ ആര് ചോദിക്കാനോ? എങ്ങനെ ചോദ്യം വരാണ്? അവിടെ വികല്പങ്ങൾ ഉണ്ടാകത്തില്ല, സംശയത്തിനവിടെ സ്ഥാനമില്ല. എന്തുകൊണ്ട്? ഈ തത്വത്തെ അജ്ഞാന സംശയ വിപര്യരഹിതമായിട്ടാണ് ബോധിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ അവിടെ വീണ്ടും സംശയം വരുന്നു, ചോദ്യം വരുന്നു? ആരാണോ ബോധിച്ചത് അവന് ചോദ്യം വരത്തില്ല. ബോധിക്കാത്തവന്റെ മനസ്സിൽ ചോദ്യം വരുന്നത് അംഗീകരിക്കുന്നു. ആ ചോദ്യങ്ങൾ ഒഴിവാണമെങ്കിൽ എന്ത് വേണം? അതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം ആ ശ്രോതാവിന്റെ ഉള്ളിൽ വരണം. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ കുറിച്ച് നിശ്ചയം വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണോ നിശ്ചയം വരുന്നത് ആ രൂപത്തിൽ പിന്നെ സംശയാദികൾ വരത്തില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം, ഇതിനെ പുസ്തകം എന്നുള്ള നിലത്തിൽ നിശ്ചയം വന്നു കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിലാവും ഏത് രൂപത്തിലാണോ നിശ്ചയം വരുന്നത്. ഇവിടെ പുസ്തകം എന്നുള്ള രൂപത്തിൽ നിശ്ചയം വന്നു. നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിൽ സംശയം വരുന്നില്ല.
നിശ്ചയം ഒരു ഭ്രാന്തിജ്ഞാനമാകരുത്, അതിന് ബാധ സംഭവിക്കരുത്. അതൊരു യഥാർത്ഥ ജ്ഞാനമാണെങ്കിൽ ആ രൂപത്തിൽ പിന്നെ സംശയം വരത്തില്ല. പക്ഷേ ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തുവിന് പല രൂപമുണ്ട്. പുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നു, ഇത് പുസ്തകമാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇതിന്റെ വിഷയം എന്താണ്? സംശയം വരാം, നൂറുകണക്കിന് സംശയങ്ങൾ വരാം. ഇതാരുടേതാണ്, ഇതിന് എത്ര പേജുണ്ട്, എന്തൊക്കെ ചർച്ച ചെയ്യുന്നു, ഇതെന്നുണ്ടായി, ഇതാരിവിടെ കൊണ്ടുവന്നു, എത്രയോ സംശയങ്ങൾ വരാം. പക്ഷെ ഏത് രൂപത്തിലാണോ നിശ്ചയം വരുന്നത് അത് ഭ്രാന്തി അല്ലെങ്കിൽ പിന്നെ അത് സംശയം വരുന്നു. ഇത് ഇന്നാളുടെ പുസ്തകമാണ് അറിഞ്ഞത്, പിന്നെ സംശയമില്ല. ആ വിഷയത്തിൽ ഇത്ര പേജുണ്ട് അറിഞ്ഞു, സംശയമില്ല. അപ്പോൾ നിശ്ചയാത്മകമായ ജ്ഞാനം ഒരു വസ്തുവിൽ ഒരു രൂപത്തിലുണ്ടായാൽ അത് ഭ്രാന്തി അല്ലെങ്കിൽ, ഭ്രാന്തിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ച് ബാധ വരുമ്പോൾ അറിയാം, അടുത്തൊരനുഭവം വരുമ്പോൾ അറിയാം. അല്ലെങ്കിൽ അതിൽ പിന്നെ സംശയം വരത്തില്ല. പക്ഷെ ഈ വസ്തുവിൽ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പലതരത്തിൽ സംശയം വരുന്നു? ഒരു നിശ്ചയം വന്നാൽ വീണ്ടും വേറെ സംശയം വരും. കാരണം ഈ വസ്തുവിന് ഏകരൂപമല്ല, ഏക സ്വഭാവമല്ല, പല സ്വഭാവമാണ്. ഇതിന് നാനാരൂപമുണ്ട്. വസ്തു ഒന്നാണെങ്കിലും അതിന് നാനാരൂപം. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്ന വസ്തു എന്താണ്? ആത്മവസ്തുവാണ്, സ്വസ്വരൂപമാണ്. അത് ഏക സ്വഭാവം, ഏകരസമാണ്. അതിന് നാനാരൂപങ്ങളില്ല. ഈ പുസ്തകത്തെപ്പോലെ, മേശയെപ്പോലെ, പ്രപഞ്ചത്തെപ്പോലെ ഏകസ്വഭാവം ഏകരസത്തിലിരിക്കുന്നുണ്ട്. അതിനെ നിശ്ചയിക്കുന്ന എങ്ങനെ? ഏകരൂപം, ഏകരസം, ഏകസ്വഭാവം. ആ നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയത്തിന് വകയില്ല. എന്നുണ്ടായാലും മറ്റൊരു രൂപമില്ല. അതുകൊണ്ടാണ് ആത്മവസ്തുവിന്റെ നിശ്ചയത്തിൽ മറ്റൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സ്വതാഭ്യുപമം എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്? ഇതിനെ ഏക സ്വഭാവമായി സ്വീകരിക്കും. അനുഭവം അങ്ങനെയാണല്ലോ. അതാണ് മുമ്പ് പറഞ്ഞത്. തന്നെ കുറിച്ചുള്ള അനുഭവം, ആ ഒരു അനുഭവത്തിനും മാറ്റം വരും. ബാഹ്യമായ ഏത് വിഷയങ്ങളെക്കുറിച്ചും അത്, ഇത്, നീ, അവൻ, മറ്റവനെന്നൊക്കെ അറിയും. പക്ഷെ തന്നെക്കുറിച്ചുള്ള അനുഭവത്തിന് എവിടെയും ജാഗ്രതയായാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും അവിടെ ഏകമായ അനുഭവമാണ്. ആ അനുഭവത്തിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ടവിടെ ആ അനുഭവത്തിന്റെ നിശ്ചയം, ഏകരൂപത്തിലുള്ള നിശ്ചയം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറിച്ചൊരു വികല്പത്തിന് അവകാശമില്ല, ഭ്രാന്തിക്ക് അവകാശമില്ല. വിഷയങ്ങളെ അറിയുമ്പോൾ മാറി മാറി അനുഭവങ്ങൾ വരുന്ന പോലെ ഇവിടെ മാറി മാറി അനുഭവം വരാൻ വഴിയില്ല. കാരണം വിഷയം ഒന്നായിരുന്നു. അങ്ങനെ ഒന്നേ ഉള്ളൂ, ഏക സ്വഭാവത്തിലുള്ള ഒന്നേ ഉള്ളൂ, താനാണ്, തന്റെ തത്വമാണ്. അങ്ങനെ ഇവിടെ ഇതിന് നിർവികൽപ്പമെന്നോ നിരാകാരമെന്നോ നിരുപാധികമെന്നോ ഒന്നും മനസ്സിലാക്കുന്നതുകൊണ്ട് പിന്നീട് അവിടെ ഒരു തരത്തിലുള്ള വികല്പങ്ങളും കടന്നു വരുന്നില്ല. ഇതാണ് സത്യമെങ്കിൽ പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നില്ല? ഏകസ്വഭാവമുള്ളതാണെന്നെങ്കിൽ എല്ലാവർക്കും ഇതിനങ്ങനെ തന്നെ അറിയണം, ഏകസ്വഭാവത്തിൽ അറിയും. തസ്മാത് താർക്കിക ചാടപഠരാജ അപ്രവേശ്യം അഭയം ദുർഗമിതം അല്പബുദ്ധി അഗമ്യം ശാസ്ത്രഗുരു പ്രസാദരഹിത. ശാസ്ത്രഗുരു പ്രസാദം, ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും പ്രസാദം, അനുഗ്രഹം വേണം ഇവിടെ.
അതില്ലാത്തവന് ഇത് പിടികിട്ടത്തില്ല. എന്നുവെച്ചാൽ ഈ തത്വത്തെ വെളിപ്പെടുത്തുന്ന ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അനാത്മശാസ്ത്രങ്ങളല്ല, ഈ തത്വത്തെ വെളിപ്പെടുത്താൻ കഴിയാത്ത ശാസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് വെളിപ്പെടുത്തില്ല. ആ ശാസ്ത്രങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഈ താർക്കികന്മാരും മറ്റും ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാതെ. ശാസ്ത്രങ്ങളുടെ ഒരുപാടുണ്ടല്ലോ. ശാസ്ത്രത്തിന് ഇതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നെന്തുകൊണ്ട് പറയുന്നു? അനാത്മശാസ്ത്രങ്ങൾക്ക് ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല. ശാസ്ത്രത്തിന്റെ തന്നെ പ്രസാദം അനുഗ്രഹം വേണമെന്ന് ഭാഷകാരൻ എന്തുകൊണ്ട് പറയുന്നു? ആത്മശാസ്ത്രം, ഉപനിഷത്ത്, അതാ ഇതിനെ വെളിപ്പെടുത്തുന്നു. ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തിയില്ല എന്ന് ഒരു ഭാഗത്ത് പറയും, ശാസ്ത്രം കൂടാതെ ഇത് വെളിപ്പെടുത്തില്ല എന്ന് മറുഭാഗത്ത് വരും. അവിടെ പരസ്പര വിരോധം കാണേണ്ട കാര്യമില്ല, രണ്ട് ശരിയും. അനാത്മശാസ്ത്രത്തിന് ഇതിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അത് നേരത്തെ ഭാഷകാരൻ തന്നെ പറഞ്ഞല്ലോ, വേദം തന്നെ പലതരത്തിൽ, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. കർമ്മകാന്ഡത്തിന് ഇത് വെളിപ്പെടുന്നുമില്ല, കാരണം അത് വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഉപാസനാകാന്ഡത്തിൽ വെളിപ്പെടുന്നുമില്ല. അപ്പൊ ജ്ഞാനകാന്ഡത്തിൽ ഇത് വെളിപ്പെടുന്നു, തത്വമസി, അവിടെ ഇത് വെളിപ്പെടുന്നുണ്ട്. അപ്പൊ ആ ശാസ്ത്രപ്രസാദം, ശാസ്ത്രത്തിന്റെ അനുഗ്രഹം വേണം. ശാസ്ത്രം എങ്ങനെ വെളിപ്പെടുത്തുന്നത്? ശാസ്ത്രം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്, ശബ്ദസ്വരൂപമാണ്. അപ്പോൾ കേവലമായ ശബ്ദത്തെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് മറ്റേതൊരു ശബ്ദം പോലെയേ ഉള്ളൂ. എന്തെല്ലാം ശബ്ദങ്ങളുണ്ട്, അതെല്ലാം അതിനെ വെളിപ്പെടുത്തുന്നില്ല. ശരി, ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണം, എന്തുകൊണ്ട് ഈ തത്വം വെളിപ്പെടും, എങ്ങനെ ഈ ബോധം ഉണ്ടാകും? ശാസ്ത്രം ഇതിനെ പറ്റിയല്ല പറയുന്നത്. ശാസ്ത്രത്തിൽ നിന്നത് ശാസ്ത്രം കൊണ്ട് ഒരിക്കലും നടക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്ന രണ്ട് കാര്യം ചെയ്യും. ഇത് വെളിപ്പെട്ട ഇരിക്കുന്ന ഗുരുക്കന്മാരെ സമീപിക്കണം. ശരി, സമീപിച്ചാൽ ഇത് വെളിപ്പെട്ട ഗുരുക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അവർ പറയും, അവരുപദേശിക്കും, ഇന്ന വഴിക്ക് സഞ്ചരിക്കുക. ശരി, അങ്ങനെ സഞ്ചരിച്ചാൽ ആ വഴിക്ക് അയാൾ സഞ്ചരിക്കും. സഞ്ചരിക്കുമ്പോൾ വെളിപ്പെടും. അല്ല, ശാസ്ത്രമല്ല അതിനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഗുരു ശിഷ്യനെ അങ്ങനെ ഒരു പ്രത്യേക വഴിക്ക് സഞ്ചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? എന്തുകൊണ്ടാണ് ശിഷ്യനങ്ങനെ സഞ്ചരിക്കുന്നത്? അത് ഗുരു പറയുന്ന അനുസരിക്കണം. ഗുരുവിന്റെ ഉപദേശത്തെ കേൾക്കണം. അപ്പോൾ ഗുരുവിന്റെ ഉപദേശം അതിനെ സ്വീകരിച്ച് അതിനെ അനുസരിച്ച് പോകുമ്പോൾ അവന് വെളിപ്പെടും. ആ ഗുരുവിന്റെ ഉപദേശരൂപം അത് തന്നെയാണ് ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് അനാത്മശാസ്ത്രങ്ങൾ, അതല്ല ഗുരുപദേശിക്കും. ഗുരുപദേശിക്കുന്നത് തത്വമസി പോലെയുള്ള ആത്മശാസ്ത്രത്തെയാണ്, അല്ലെങ്കിൽ അതിന്റെ താല്പര്യത്തെ, അതിന്റെ സാരത്തെയാണ് ഗുരു ഉപദേശിക്കുന്നത്. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. ശാസ്ത്രത്തിന് സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്തുകൊണ്ടത് ശബ്ദമാണ്. വേദത്തെക്കുറിച്ച് പോലും പറയുന്നത് എന്താണ്? വേദം സ്വയം വെളിവായെന്നാണ്. അല്ല,
ഈശ്വരൻ വെളിപ്പെടുത്തിയെന്ന. കാരണം ശബ്ദം സ്വയം നോക്കിയാൽ അത് ജഡമാണ്, കല്ലും മണ്ണും പോലെയൊക്കെയാണ്. പക്ഷെ അതിന്റെ പിന്നിലൊരു ചൈതന്യം വന്ന് അതിനെ ചൈതന്യവത്താക്കണം. അപ്പോൾ ഈശ്വരൻ അത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിനെ ഗ്രഹിച്ചവർ ഋഷിമാരാണെന്ന് പറയുന്നു. ഋഷിമാരിലൂടെ അത് ചൈതന്യവത്താവണം. അപ്പോൾ അതിനെ ഉപദേശം എന്ന് പറയും. തത്വമസിന്ന് ഒരാൾ ഗ്രഹിക്കണമെങ്കിൽ വേറെ ആൾ ഉപദേശിച്ചല്ലേ പറ്റും. ഉപദേശം വരുമ്പോൾ ശാസ്ത്രം തന്നെ സ്വയം ചൈതന്യവത്താവും, ചൈതന്യമയമാവും. അങ്ങനെയുള്ള ഉപദേശം, അതിന് ഗുരു വേണം. അങ്ങനെ ഉപദേശിക്കുന്ന ആരോ അയാളാണ് ഗുരു. ഗുരു ഉപദേശത്തിൽ അതുകൊണ്ട് അവിടെ പറയുന്നു ഗുരുവിന്റെ പ്രസാദം. അപ്പോ ഗുരുവുണ്ട്, ഉപദേശമില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. എന്നുവെച്ചാൽ ഗുരുവുണ്ട്, ശാസ്ത്രമില്ലെങ്കിൽ പ്രയോജനമില്ല. ശാസ്ത്രമുണ്ട്, ഗുരുവില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. ശാസ്ത്രമുണ്ട്, അത് അനാദി സിദ്ധമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷെ ഗുരു ഉപദേശിക്കുന്നില്ല. ഉപദേശിച്ചില്ലെങ്കിൽ അതുകൊണ്ടെന്താ ശിഷ്യന് പ്രയോജനം? ഇത് പരസ്പര പൂരകമാണ്, ആത്യന്തികമായി ഒന്നാണ്. അനാത്മശാസ്ത്രങ്ങൾ ഒഴിവാക്കിയാൽ, കർമ്മകാണ്ഡത്തെയും ഉപാസനാകാണ്ഡത്തെയും വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്നതായ ബ്രഹ്മേകത്വ ബോധത്തിന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മബോധത്തിന് അതിന് ഇത് രണ്ടും കൂടി ചേർന്നേ പറ്റും. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നിടത്തെല്ലാം ശാസ്ത്ര ഗുരുപ്രസാദ ലഭ്യം എന്ന് പറയും. ഗുരുവിന്റെ ഉപദേശം ആ ശാസ്ത്രം തന്നെയാണ്. പക്ഷെ അത് ഗുരുവിന്റെ ഉപദേശ രൂപത്തിലുള്ള അല്ലെങ്കിൽ തത്വപ്രകാശന രൂപത്തിലുള്ള ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കാതെ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നാനാശാസ്ത്രത്തിന്റെ പിറകിൽ പോകുന്നു. അവരെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നു. ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നത് ഒരിക്കലും സത്ശാസ്ത്രത്തെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. അത് മനസ്സിലാക്കണം. ഗുരു എങ്ങനെയാണോ ഇതിന് ആവശ്യമായിരിക്കുന്നത് അതുപോലെ ആവശ്യമാണ് ശാസ്ത്രവും. ശാസ്ത്രമില്ലെങ്കിൽ ഗുരുവില്ല, ഗുരുവില്ലെങ്കിൽ ശാസ്ത്രവുമില്ല. രണ്ടും ഒരുമിക്കണം. അതുകൊണ്ട് ഭാഷ്യകാരൻ രണ്ടിനെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ തത്വത്തെ ദർശിച്ചവന്റെ ഉപദേശം അത് തന്നെ ശാസ്ത്രം. അത് മനസ്സിലാക്കും. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നു. അത് ബ്രഹ്മസൂത്രമെന്നോ ഭഗവത്ഗീതയെന്നുള്ള നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചല്ല. വേദമെന്നോ അങ്ങനെയല്ല. തത്വദർശിയായ ഒരു ഗുരുവിന്റെ ഉപദേശം അത് തന്നെ ശാസ്ത്രം. ആ ഒരു ഉപദേശ രൂപത്തിലുള്ള ശാസ്ത്രം, അങ്ങനെ അതിനെ വെളിപ്പെടുത്താൻ ഒരു ഗുരു ഇത് രണ്ടുമില്ലാതെ അതിന്റെ അനുഗ്രഹം വേണമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ ഇപ്പോൾ ഉപനിഷത്ത് തന്നെ ഉപദേശിക്കുന്നു. എത്ര കാലമായി ഉപനിഷത്ത് എന്ന് പറയുന്ന തത്വമസി കേൾക്കുന്നവർക്കൊക്കെ ബോധമുണ്ടാകുന്നു. ഇല്ലല്ലോ. എത്ര ഗുരുക്കന്മാരിവിടെ വന്നുപോയി, അവരെ കണ്ടവർക്കെല്ലാം ബോധമുണ്ടായോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുന്നില്ലല്ലോ. അത് ദൂരെങ്കിലും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏത് കാലത്തിനും ഗുരുക്കന്മാരുണ്ട് ഉപദേശിക്കും. ഏത് കാലത്തും ശ്രോതാക്കളും ഉണ്ടാവും, ശിഷ്യന്മാരും ഉണ്ടാവും. പക്ഷെ എത്ര പേർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നു? അപ്പോൾ അവിടെ പറയുന്നു അതിന് പ്രസാദം, അനുഗ്രഹം വേണം.
ശാസ്ത്രത്തിന്റെയും പ്രസാദം വേണം. ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉപനിഷത്തിൽ തന്നെ എത്രയോ ഉണ്ട്. ദേവനും അസുരനും കൂടി ഉപദേശം കേൾക്കാൻ ചെന്നു. ദേവനും അസുരനും മനുഷ്യനും കൂടി ഉപദേശം കേൾക്കാൻ ചെന്നു. പക്ഷെ ആ പ്രസാദം, അനുഗ്രഹം എന്ന് പറയുന്നതാണ്. അതിന് പാത്രമായവന് മാത്രമേ ഇത് ഫലം ചെയ്യത്തുള്ളൂ, തത്കാല ഫലം ചെയ്യത്തുള്ളൂ. ഭാവിയിൽ എന്തായാലും ഫലം ചെയ്യും. പക്ഷെ തത്കാല ഫലം ചെയ്യണമെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ, ഗുരുവിന്റെ പ്രസാദം, അനുഗ്രഹം എന്ന് പറയുന്ന ഒന്നുമേ. അല്ലാതെ ശാസ്ത്രവും ഗുരുവും ഉണ്ടായിരുന്നാലും പ്രയോജനമൊന്നുമില്ല. എനിക്ക് ഗുരുവുണ്ട് എന്ന് അഭിമാനിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എനിക്ക് ശാസ്ത്രബോധമുണ്ട് എന്ന് അഭിമാനിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അതൊന്നും തൽക്കാലം ഒരു പ്രയോജനം ചെയ്തില്ലെന്ന് വരും. അതിന് പറയുന്നു തസ്മാ താർക്കിക ചാടഭട രാജ അപ്രവേശ്യം. നമുക്ക് ഒരുപാട് പാണ്ഡിത്യമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള ഊഹാപോഹ സാമർഥ്യമുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് താർക്കികൻ എന്ന് പറയുന്നത്. ഏതിനെയും വിശകലനം ചെയ്യുന്നതിനുള്ള അതിസൂക്ഷ്മമായ ബുദ്ധി അവനുണ്ട്, തർക്കവൈദഗ്ധ്യമുണ്ട്. എന്തുവാണ് വിശകലനം ചെയ്ത് മനസ്സിലാക്കാം, ബുദ്ധി സാമർഥ്യം അതുണ്ട്. ചാടഭടരാജ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഒരു രാജാവ്, ആ രാജാവിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്, അക്ഷോഭണി സേനയുണ്ട് ആ രാജാവിന്. നൂറുകണക്കിന് അക്ഷോഭണി സേനയുണ്ട്, നല്ല വീരശൂര പരാക്രമികളായ ഭടന്മാർ. അവരുടെ കയ്യിൽ കുന്തവും വാളും എല്ലാം ഉണ്ട്. വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്. ആ രാജാവാണെങ്കിൽ എന്താണ്, ഒരു വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ്. പറയുന്നത് ദുർഗം, വലിയൊരു ദുർഗം. ഇവിടെ അക്ഷോഹിണി സേനയുടെ കൈവശമുണ്ട്, മറുവശത്ത് ദുർഗമുണ്ട്. രാജാവിന് ഈ ദുർഗത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കണം ഈ ഭടന്മാരുപയോഗിച്ചിട്ട്. ഇവർ ആയുധസജ്ജരാണ്, ഇവരിലെല്ലാം ഉണ്ട്. ഈ ദുർഗം പൊളിക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം ഇവരിലുണ്ട്. വാളും കുന്തവും മറ്റ് എന്തൊക്കെയാണോ ദുർഗം തകർക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒരേ ഒരു കുഴപ്പം മാത്രം, ഇവർ ചാടഭടന്മാരാണ്. ഈ കൈയിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നറിയത്തില്ല. അങ്ങനെയുള്ള ഭടന്മാരാണ് പറയുന്നത് ചാടഭടന്മാർ. ഈ വീരശൂര പരാക്രമമൊക്കെ അവരുടെ വാചകത്തിലേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ഒരു സാധനവും പ്രയോഗിക്കാൻ അറിയത്തില്ല. ഭടന്മാരാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം വെറും വായാടി ഭടന്മാർ. വീമ്പടിക്കും ചാടഭടൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭടന്മാരാണ്. അങ്ങനെയുള്ള ഒരു അക്ഷോഹിണി സേനയും കൊണ്ട് രാജാവ് ദുർഗം കീഴ്പ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ആ രാജ അപ്രവേശ്യം, ആ രാജാവിന് ഒരിക്കലും ആ ദുർഗത്തിന്റെ ഉള്ളിൽ കിടക്കാൻ ഒക്കത്തില്ല. ഈ ഭടന്മാരെയും കൊണ്ട് രാജാവിന് ഒരിക്കലും ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല എന്നത്. അപ്പോ ഉപയോഗശൂന്യമായ ഭടന്മാരും ഉപയോഗശൂന്യമായ ആയുധങ്ങളൊന്നും ഉപയോഗമില്ല. എന്നാൽ എല്ലാം തന്റെ കയ്യിലുണ്ട് താൻ. അങ്ങനെയുള്ള ഒരു രാജാവ് എങ്ങനെയാണോ ശത്രുവിന്റെ ദുർഗത്തിൽ കിടക്കാൻ കഴിയാത്തത്,
അതുപോലെയുള്ള ഒരു രാജാവിന്റെ സ്ഥാനത്താണ് ഈ പറയുന്ന താർക്കികൻ. അവന്റെ കയ്യിലും എല്ലാം ഉണ്ട്. ഭടന്മാരുണ്ട്, ബുദ്ധിയുണ്ട്, ഉപകരണങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, കർണങ്ങളുണ്ട്, മനസ്സുണ്ട്, ശാസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും കാശിന് കൊള്ളത്തില്ല. ഇതൊന്നും ദുർഗത്തെ ഭേദിക്കുന്നതിനുള്ള സാമർഥ്യം, തത്വഗ്രഹണ സാമർഥ്യം അതില്ല. ബാക്കിയെല്ലാം ഉണ്ടായാലും ശരി, എല്ലാ ശാസ്ത്രങ്ങളും കയ്യിലിരുന്നാലും ശരി, എല്ലാ ഉപകരണങ്ങളും കയ്യിലിരുന്നാലും ശരി, ആ ദുർഗത്തെ ഭേദിക്കുന്നതിനുള്ള സാമർഥ്യം അതില്ലെങ്കിൽ ഒരിക്കലും കോട്ടയ്ക്കകത്ത് കടക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഈ താർക്കികൻ ബുദ്ധിമാൻ എന്നർത്ഥം. യുദ്ധസന്നദ്ധനായിരിക്കുന്നവൻ, ആയുധ സജ്ജനായിരിക്കുന്നവൻ. പക്ഷെ ഇതൊന്നും പ്രയോഗിക്കാൻ അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. ഇവിടെ പറയുന്ന ഏകത്വബോധം അതവന് വെളിപ്പെടുന്നില്ലെങ്കിൽ ഈ ആത്മതത്വം അവനെ സംബന്ധിച്ചൊരു ദുർഗത്തിനകത്താണ്. ഈ ശാസ്ത്രം കൊണ്ട് അവനവിടെ കയറിപ്പറ്റാൻ കഴിയത്തില്ല. അതാണ് ചാടബഡരാജ അപ്രവേശ്യം. അങ്ങനെ ഒരു രാജാവിന്റെ സ്ഥിതിയാണ് താർക്കികന്. എല്ലാ ശാസ്ത്രവും കയ്യിലുള്ളവന്. അഭയം, ദുർഗം. വാസ്തവത്തിന്റെ ദുർഗം അഭയരൂപമാണ്. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. രാജാവെന്തിനാ ദുർഗത്തിനകത്തിരിക്കുന്നത്? ഭയത്തെ ഒഴിവാക്കാനാണ്. ശത്രുക്കൾ വന്ന് ആക്രമിച്ച് തന്നെ കീഴ്പ്പെടുത്തരുത്. ദുർഗം. ഇവിടെ ഈ ദുർഗം എന്ന് പറയുന്നതും സർവഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒന്നാണ്. അഭയം മൈ. അടുത്ത് പറയുന്നത് അഭയസ്വരൂപമാണ്. പക്ഷെ അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ അവന്റെ കയ്യിൽ ഉപയോഗമുള്ള സാധനങ്ങൾ വേണം. അവൻ ഇതിന്റെ എല്ലാം താല്പര്യത്തെ ഗ്രഹിക്കുന്നവനായിരിക്കണം. എന്തിന് ശാസ്ത്രത്തെ നിഷേധിക്കുന്നു, എന്തിന് ശാസ്ത്രത്തെ സ്വീകരിക്കുന്നു, ഗുരു എന്താണ് ഉപദേശിക്കുന്നത്, അതിന് ശാസ്ത്രഗുരുപ്രസാദ വേണം, അനുഗ്രഹം വേണം. ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും അനുഗ്രഹം വേണം. അങ്ങനെ ഒന്നുണ്ട്. അതാണ് അതിന്റെ താല്പര്യത്തെ അവനെ ഗ്രഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കയ്യിലുണ്ടായിട്ട് ഇവരുടെ കയ്യിലും ഇതെല്ലാം ഉണ്ടല്ലോ. ശാസ്ത്രങ്ങൾ അറിയാത്തവരല്ല. മുമ്പ് പറഞ്ഞല്ലോ, ബ്രാഹ്മണ അപസദൻ, നീച ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വേദാധ്യയനം മറ്റും ചെയ്തവനാണ്. വേദവും മറ്റും കയ്യിലുണ്ട്. പക്ഷെ താല്പര്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ ഒരു സാധാരണക്കാരനല്ല പറയുന്നത്. ഇതൊന്നും അറിയാൻ വയ്യാത്തവനല്ല. ഇവിടെയും താർക്കികൻ എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിലുമുണ്ട് വേദവും ശാസ്ത്രങ്ങളും അറിവും എല്ലാം ഉണ്ട്. പക്ഷെ ഈ അഭയത്തെ അവന് പ്രാപിക്കാൻ കഴിയുന്നില്ല. അവന്റെ ആയുധങ്ങളൊന്നും പര്യാപ്തമല്ല. അല്പബുദ്ധി, അഗമ്യം. അവരെല്ലാ ശാസ്ത്രവും ഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിലും അല്പബുദ്ധിയാണ്. താല്പര്യത്തെ ഗ്രഹിക്കുന്നില്ല, അഗമ്യം. അതുകൊണ്ട് അവനിതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, തത്വത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അഭയരൂപത്തിലുള്ള തത്വത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ശാസ്ത്രഗുരു പ്രസാദരഹിതൈഹി. ഈ രണ്ടിന്റെ പോരായ്മയുണ്ട്. ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും രണ്ടിന്റെയും പോരായ്മയുണ്ട്. കസ്തം മതാമതം ദേവം മദന്യോ ജ്ഞാതുമർഹതി. പഠോപനിഷത്തിൽ മുമ്പ് വന്നതാണ്. മതാമതം ദേവം
മതന്യു ജ്ഞാതമർഹസി മതാമതം. എല്ലാ വൈരുദ്ധ്യങ്ങളും ഇവിടെ വൈരുദ്ധ്യങ്ങളാണെന്ന് അനുഭവപ്പെടുന്നത്. ആ വൈരുദ്ധ്യങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഈ തത്വത്തെ ആരാണ് അറിയുന്നത്? ഞാനല്ലാതെ ആരറിയുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സഹായം കൂടാതെ, ഒരു തത്വദർശിയുടെ സഹായം കൂടാതെ ഇതാർക്ക് വെളിപ്പെടും? എന്തുകൊണ്ടാണ് അതിനാദ്യം പറഞ്ഞു മതാമതം? കാരണം ഇത് വൈരുദ്ധ്യങ്ങളിലൂടെയാണ് ഇത് പ്രകാശിക്കുന്നത്. ഇതിനന്വേഷിച്ച് ചെല്ലുന്നവന് മുമ്പിൽ വെളിപ്പെടുന്നത് ഈ വൈരുദ്ധ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങൾ അവന്റെ ബുദ്ധിയെ കുഴയ്ക്കുമ്പോൾ അവനെങ്ങനെ അറിയാൻ പറ്റും? ദ്വൈതം, അദ്വൈതം, സഗുണം, നിർഗുണം, സാകാരം, നിരാകാരം, സ്വാഭാവികം, നിരുപാധികം, ഇതാണ് വൈരുദ്ധ്യങ്ങൾ. ഈ വൈരുദ്ധ്യങ്ങളിലൂടെ എങ്ങനെയാണ് തത്വത്തെ അറിയുന്നത്? പറയുന്നു യമദേവൻ, എന്റെ സഹായം കൂടാതെ സാധ്യമല്ല. ശാസ്ത്രഗുരു പ്രസാദലഭ്യം എന്ന് പറയുന്നതിന് പറയുകയാണ്, ദേവൈരത്രാവി വിചികിത്സിതം പുരാ. ദേവന്മാർ കൂടി അറിയണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. ആഗ്രഹമുണ്ടായെങ്കിലും അതറിയുന്നതിന് അവർക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. അവരിലും ഉണ്ടായിരുന്ന ദോഷങ്ങൾ. ഇത് വൈരുദ്ധ്യ രൂപത്തിലാണ് ഇത് പ്രതീതമാകുന്നത്. അതിനിടയ്ക്കൂടി ഇതിന്റെ സാരത്തെ കണ്ടുപിടിക്കുക. നിഷ തർക്കേണ മതിരാവനീയ, കേവല തർക്കം കൊണ്ട്, യുക്തി കൊണ്ട്. ആ കേവല യുക്തി തർക്കം എന്ന് പറയുന്നതാണ് ശാസ്ത്രമാണ്. പക്ഷെ അത് അനാത്മശാസ്ത്രം, ആത്മാവിനെ വെളിപ്പെടുത്താൻ ഉപകരിക്കുന്നതല്ല. യേശാമതി തർക്കേണെന്ന ആപനേയ. ഈ ബോധം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തർക്കത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, ബുദ്ധിയിലൂടെ ഗ്രഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. വരപ്രസാദ ലഭ്യത്വ ശ്രുതി സ്മൃതി വാദേഭ്യ. ഇത് വരപ്രസാദ ലഭ്യമാണ് എന്ന് സ്മൃതികളിലും പറയുന്നു. ദിവ്യം ദദാമിതേ ചക്ഷു. ഗീതയിലും മറ്റും പറയുന്നു, നിനക്ക് ദിവ്യമായ ദൃഷ്ടിയെ തരുന്നു, അതുകൊണ്ട് നീ ഇതിനെ കാണുക എന്ന് പറയുന്നത്. ശ്രുതി സ്മൃതിവാദേഭ്യ, ശ്രുതി സ്മൃതിവാദങ്ങളിലെല്ലാം ഈ വരപ്രസാദ ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇത് സാധ്യമല്ല. അത് എന്തുകൊണ്ട്? അതിനെ വീണ്ടും പറയുന്നു, തദൈജതി തന്നൈജതി തദ്ദൂരെ തദ്വന്തികേ ഇത്യാദി വിരുദ്ധ ധർമ്മസമവായിത്വ പ്രകാശക മന്ത്രവർണ്ണേഭ്യസിച്ചു. അതാണ് ഈ വിരുദ്ധ ധർമ്മങ്ങളെയാണത് മന്ത്രം പ്രകാശിപ്പിക്കുന്നത്. ഇതെങ്ങനെ ഒന്ന് ശരിയാകുമോ മറ്റൊന്ന് ശരിയാകത്തില്ല. വൈരുദ്ധ്യത്തെ ഗ്രഹിച്ചിട്ട് എന്താ പ്രയോജനം? വിരുദ്ധധർമ്മത്തെ പ്രതിപാദനം ചെയ്യും. എങ്ങനെ വിരുദ്ധധർമ്മത്തെ പ്രതിപാദനം ചെയ്യുന്നു? ഈ തത്വം ഈ വിരുദ്ധ രൂപത്തിൽ ഇത് പ്രകാശിക്കുന്നു. ഈ വിരുദ്ധ ധർമ്മങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നതാണ് തത്വം. സുഖവും ദുഃഖവും മാത്രം എടുത്താൽ മതി. സുഖദുഃഖങ്ങൾ തന്നെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് വൈരുദ്ധ്യമുള്ളതാണ്. തന്നെ തന്നെ പ്രകാശിക്കുന്ന ഈ സുഖദുഃഖ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അതിനതീതമായ ഈ തത്വത്തെ ഗ്രഹിക്കുന്നത്. എവിടെയും അനുഭവപ്പെടുന്ന വൈരുദ്ധ്യമാണ്. അങ്ങനെ ഉള്ള വൈരുദ്ധ്യങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ഈ തത്വം, അല്ലെങ്കിൽ ഈ തത്വത്തിൽ നിന്ന് പ്രകടമാകുന്ന ഒരുവന് ഈ വൈരുദ്ധ്യങ്ങളാണ്. അതിന് നീ തത്വത്തെ ഗ്രഹിക്കേണ്ടത് ഈ ഉപദേശത്തെ ആശ്രയിച്ചിട്ടാണ്. ഈ ഉപദേശത്തിനും ഈ വൈരുദ്ധ്യത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ടവിടെ വരപ്രസാദം കൂടിയേ കഴിയൂ.
എന്നാലും ഇത് ബോധിക്കാൻ കഴിയും. ഗീതാസിജ മസ്താനി സർവഭൂതാനി തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത് പറയുന്നുണ്ട്. നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. അവിടെ എന്താണ് അവിടെ വൈരുദ്ധ്യം വരുന്നത്, എങ്ങനെ വെളിപ്പെടുത്തുന്നു, എങ്ങനെയാണ് അത് ഗ്രഹിക്കേണ്ടത്. തസ്മാത് പരബ്രഹ്മ വ്യതിരേകേണ സംസാരി നാമ നാന്യത് വസ്തുന്തരം അസ്തി. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ആ പരബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഇതുവരെ ചർച്ച ചെയ്ത് ഗ്രഹിച്ച പരബ്രഹ്മം, പരമതത്വം, അതിൽ നിന്ന് അന്യമായി അങ്ങനെ ഒരാളല്ല. ശ്രോതാവ് അങ്ങനെയൊരു സംസാരിയായ ഒരാളല്ല. ശ്രോതാവിനെ കുറിച്ചാണ് പറയുന്നത്. സംസാരിയായ ഒരു ശ്രോതാവില്ല, ബന്ധനസ്ഥനായ ഒരു ശ്രോതാവില്ല. നാന്യത് വസ്തുന്തരമസ്തി. അപ്പോൾ ആ ശ്രോതാവ് ആ പരബ്രഹ്മം തന്നെയാണ്, നിത്യമുക്ത സ്വരൂപം തന്നെയാണ്, നിരുപാധിക സ്വരൂപം തന്നെയാണ്. അത് ബോധ്യപ്പെടണം. അല്ല താൻ സംസാരിയാണ്, തനിക്ക് സുഖദുഃഖങ്ങളുണ്ട്, തനിക്ക് ബന്ധമോക്ഷങ്ങളുണ്ട് എന്നല്ല കരുതേണ്ടത്. നാന്യത് വസ്തുന്തരമസ്തി, അങ്ങനെ ഒന്നില്ല. ഇവിടെ മോക്ഷം നേടേണ്ടതായ ഒരു ആത്മാവ് ഒരാളില്ല. തസ്മാ സുഷ്ടു ചിതേ ബ്രഹ്മവ ഇതമഗ്ര ആസീ തദാത്മാനമേവ ആവേത് അഹം ബ്രഹ്മാസ്മി. അതുകൊണ്ടാണ് മുമ്പ് ഇതെല്ലാം പറഞ്ഞത്. ആദ്യം മുതലേ തുടങ്ങുമ്പോൾ ഇതിനെല്ലാത്തിനുള്ള സമാധാനം ഇവിടെ ഏകമാണ് ബ്രഹ്മം, നീ അതാണ്, ഈ ദ്വന്ദ്ങ്ങൾക്കൊക്കെ അതീതനാണ്, നിന്നിൽ സംസാരമില്ല എന്നെല്ലാം പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ, അതിങ്ങനെ സംഭവിക്കും. എനിക്ക് ജന്മമില്ലേ, മരണമില്ലേ, ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നില്ലേ, ഗുരുവില്ലേ, ശിഷ്യനില്ലേ, ശാസ്ത്രമില്ലേ, ഉപദേശമില്ലേ, ഒരുപാട് ചോദ്യങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രുതി ആദ്യം മുതലേ പറഞ്ഞു വന്നത് ബ്രഹ്മവായുധമഗ്രാസി. അവിടെ എന്തായിരുന്നു? ബ്രഹ്മം മാത്രമായിരുന്നു. പിന്നെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, സൃഷ്ടിയിൽ അനുപ്രവേശത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഏത് ഭാഗത്ത് ചിന്തിച്ചാലും സൃഷ്ടിയുടെ ആദി മധ്യ അന്തങ്ങളെക്കുറിച്ച് എവിടെ ചിന്തിച്ചാലും ശരി, അവനെന്ത് ചെയ്യുന്നു? തദാത്മാനമേവ അവയെ തന്നെ അവൻ ആ തത്വമായി ഗ്രഹിച്ചു. തന്നെ സംസാരിയായിട്ടല്ല ഗ്രഹിച്ചത്, തന്നെ ആ പരമാർത്ഥ തത്വമായി ഗ്രഹിച്ചു. എങ്ങനെ? അഹം ബ്രഹ്മാസ്മി, താൻ തന്നെയാണ് ആ പരമമായ തത്വം. നാന്യതത്വ അസ്തി ദ്രഷ്ടു നാന്യതത്വ അസ്തി ശ്രോതൃ എന്ന് പറയൂടെ. താൻ തന്നെയാണ് ആ പരമസത്യം, തന്നിൽ ധന്യമായിട്ട് ദ്രഷ്ടാവ്, ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ്. എന്തിനു പറയുന്നു? അവിടെ പറയുന്നു ആത്മാവ് ശ്രോതവ്യോ മന്ദവ്യോ, കേൾക്കണം, മനനം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ധാരാ കേൾക്കുകയും മനനം ചെയ്യുന്നു. താൻ തന്നെയാണ്, തന്നിൽ നിന്ന് അന്യമായി മറ്റൊരുവനില്ല. പരൻ, ജീവൻ, അങ്ങനെ രണ്ടില്ല. ഒരേ ഒരു തത്വം തന്നെയുള്ളൂ. ഇത്യാദി ശ്രുതി ശതേഭ്യം, നൂറുകണക്കിന് ശ്രുതി, നൂറുകണക്കിന് ഉപദേശങ്ങളുണ്ട് ഇവിടെ. അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചാൽ മതി. അതുകൊണ്ടിവിടെ ആ മന്ത്രത്തെ വ്യാഖ്യാനിച്ചപ്പോഴാണ് ഇതുവരെ എത്തിയത്. സത്യസ്യ സത്യം, ആത്മാവായി സത്യം എന്ന് പറയും. തസ്മാ പരസൈവ ബ്രഹ്മണ സത്യസ്യ സത്യം നാമ ഉപനിഷത് പര. ആ ഉപനിഷത്ത് അത് വെളിപ്പെടുത്തുന്നത് ആ പരമമായ തത്വത്തെ തന്നെയാണ്. സത്യസ്യ സത്യം, സത്യത്തിനും സത്യം എന്ന് പറഞ്ഞു. ആ സത്യത്തിനും സത്യം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യും. അത് ഉപനിഷത്ത് പറയുന്നത്
ആ ശ്രോതാവിനെ കുറിച്ച് തന്നെയാണ്. ആരാണോ ഈ ഉപനിഷത്ത് വാക്യത്തെ ശ്രവിക്കുന്നത് അവനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സത്യം അവനല്ലാതെ വേറൊരു സത്യം ഇവിടെ ഇല്ല. അതാണ് ഉപനിഷത്തിന്റെ താല്പര്യം ബോധിപ്പിക്കുന്നത്. ശരി.